ഹലോ പ്രിയ വിദ്യാർത്ഥികളെ. വിദ്യാർത്ഥികളെ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഒരു ചാനൽ എന്ന് പറയുന്നത് നമ്മുടെ സെൻറ്ററിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ക്ലാസ് കഴിഞ്ഞതിന് ശേഷവും വീണ്ടും നമുക്ക് ഈ ഒരു പാഠഭാഗങ്ങൾ കാണാനും പഠിക്കാനും വേണ്ടിയാണ് നമ്മുടെ ഈ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ മൗണ്ട് സ്കൂൾ കമ്പ്യൂട്ടർ എഡ്യൂക്കേഷനിൽ നിന്നും അക്കൗണ്ടിങ് കോഴ്സ് എടുത്തിട്ടുള്ള കുട്ടികൾക്ക് ടാലി ERP9 പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ക്ലാസ് ഈ ഒരു ബാച്ചിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു വീഡിയോ ആണ്. ഇനി ഓരോ ദിവസവും ഓരോ ചാപ്റ്റർ ബേസ് ചെയ്തിട്ടുള്ള വീഡിയോസുകളാണ് ഇതിൽ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇന്നൊരു ക്ലാസ് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ്സിൻ്റെതായിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ഈ ഒരു ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും അത് കാണാം. അപ്പോൾ അങ്ങനെ ഓരോ ദിവസവും ഓരോ ക്ലാസ്സുകളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നതിന് വേണ്ടി നിങ്ങൾക്ക് നോട്ട് എഴുതാനൊക്കെ വേണ്ടി നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, എല്ലാവരും മൗണ്ട് സ്കൂൾ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഹലോ പ്രിയ വിദ്യാർത്ഥികളെ, നമ്മുടെ ടാലി ERP9 ഒന്നാമത്തെ ലെസണാണ് നമ്മളിപ്പോൾ എടുക്കുന്നത്. അപ്പോൾ അതിൽ ഒന്നാമത്തെ ലെസണിൽ കമ്പനി ക്രിയേഷൻ ലെസൺ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ നമ്മുടെ സിലബസ് പ്രകാരം കമ്പനി ക്രിയേഷന്, അതുപോലെ തന്നെ ആൾട്ടർ കമ്പനി, സെലക്ട് കമ്പനി, ഈ ഒരു 3 സെക്ഷനാണ് നമ്മളിപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പറയുന്നത്. അപ്പോൾ കമ്പനി ക്രിയേഷന് വേണ്ടിയിട്ട് നമ്മൾ ഡീറ്റെയിൽസുകൾ തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ തന്ന ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് കമ്പനി നെയിം എന്ന് പറയുന്നത് നിങ്ങളുടെ പേരും അതുപോലെ ആൻഡ് മൗണ്ട് സ്കൂൾ എന്നുള്ളതാണ്. പിന്നെ അഡ്രസ്സ്, നിങ്ങളുടെ അഡ്രസ്സ്, ഹൗസ്, പ്ലേസ്, പോസ്റ്റ്, പിൻകോഡ് അങ്ങനെയുള്ളത്. പിന്നീട് നിങ്ങളുടെ മൊബൈൽ നമ്പർ, ജിമെയിൽ ID ഉണ്ടെങ്കിൽ അത്. പിന്നെ ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത് 1/4/2024 ഇപ്പോൾ നിങ്ങളുടെ കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ബുക്ക് ബിഗിനിങ് ഫ്രം, നമ്മൾ എന്നാണ് അക്കൗണ്ട്സ് എഴുതി തുടങ്ങുന്നത് അന്നത്തെ ഇയർ എന്ന് പറയുന്നതും 2024. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് ശരിക്കും ഇത് എഡ്യൂക്കേഷൻ മോഡ് ആയതുകൊണ്ട് നമ്മൾ 2022 ചെയ്യുന്നത്. ഇൻ കേസ് എന്തെങ്കിലും ഡേറ്റ് എറർ വരുമോ എന്നുള്ളത് കൊണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്തതിനു ശേഷം അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് അൾട്ടർ കമ്പനി എന്നാണ്. അപ്പോൾ നമ്മുടെ കമ്പനി അൾട്ടർ ചെയ്യുന്നതും കൂടി നോക്കാൻ വേണ്ടിയിട്ട്, അപ്പോൾ അതിൽ ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത് 2022 ആക്കാനാണ്. അപ്പോൾ നമ്മൾ അൾട്രേഷനും കൂടി പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഭാഗം എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കമ്പനി ക്രിയേഷനിലേക്ക് പോവാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഡെസ്ക്ടോപ്പിൽ നിന്നും ടാലി എന്ന് പറയുന്ന ടാലി ERP9 ആണ് നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ടാലി ERP9 എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമ്മൾ ടാലി ERP9 സോഫ്റ്റ്വെയർ ഓപ്പൺ ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ വർക്കിംഗ് ഇൻ എഡ്യൂക്കേഷണൽ മോഡ് എന്ന് പറയുന്ന ആ ഒരു സെക്ഷനിലാണ് നമ്മൾ ഓപ്പൺ ആക്കുന്നത്. ഒന്നെങ്കിൽ W എന്ന് ടൈപ്പ് ചെയ്യാം, ഇല്ലെങ്കിൽ നമ്മുടെ കീബോർഡിലെ ആരമാർക്ക് താഴേക്കൊന്ന് W ജസ്റ്റ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ ഗേറ്റ്വേ ടാലി എന്ന് പറയുന്ന ഒരു ഓൾറെഡി ഓപ്പൺ ആക്കി വെച്ചൊരു കമ്പനി കൊണ്ടാണ്. അപ്പോൾ നമ്മളിനി പുതിയൊരു കമ്പനി ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ കമ്പനി ഇൻഫോ ആയിട്ട് ഇവിടെ റൈറ്റ് സൈഡിൽ F3 എന്ന് പറയുന്നതിൻ്റെ താഴെ ഒരു അണ്ടർലൈൻ ഉണ്ട്. അപ്പോൾ ഒരു ലൈനിനെ നമ്മൾ വരുമ്പോൾ ആൾട്ട് എന്ന് പറയുന്നത്, അപ്പോൾ ആൾട്ട് F3 ആണ് നമ്മൾ അവിടെ പ്രസ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ കമ്പനി ക്രിയേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ കമ്പനി ഇൻഫോ എന്ന് പറയുന്ന സെക്ഷനിൽ വന്നപ്പോൾ കമ്പനി ഇൻഫോയിൽ താഴെ നമ്മൾ നോക്കുമ്പോൾ ക്രിയേറ്റ് കമ്പനി. അപ്പോൾ ഈ ക്രിയേറ്റ് കമ്പനിയിലാണ് നമ്മുടെ കമ്പനി ക്രിയേറ്റ് ചെയ്യാൻ. അപ്പോൾ ഞാനിവിടെ വെച്ച് എൻ്റർ അടിക്കുന്നു, ക്രിയേറ്റ് കമ്പനി. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഭാഗം എന്ന് പറയുന്നത് ഡയറക്ടറി എന്ന് പറയുന്നത് C ഡ്രൈവിൽ, യൂസേഴ്സിൽ, പബ്ലിക്കിൽ, ടാലി ERP9 ഡാറ്റ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ കമ്പനി സേവ് ആവുന്നത്. ഇനിയിപ്പോൾ നമ്മൾ കമ്പനി സേവ് ആകുമ്പോൾ അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേരും അതുപോലെ ആൻഡ് മൗണ്ട് സ്കൂൾ എന്നാണ് കൊടുക്കാൻ പറഞ്ഞത്. അപ്പോൾ ഞാനിവിടെ നിഷാന്ത് ആൻഡ് സ്പേസ് കൊടുത്തു, പിന്നെ ആൻഡ്, പിന്നീട് സ്പേസ് കൊടുത്തു, മൗണ്ട് സ്കൂൾ എന്ന് കൊടുത്തു. എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ ഓൾറെഡി മെയിലിംഗ് നെയിം എന്ന് പറഞ്ഞിട്ട് ഓൾറെഡി ഈ ഒരു പേര് തന്നെ വരും. അടുത്ത രണ്ടാമത്തെ അഡ്രസ്സ് എന്ന് പറയുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ അഡ്രസ്സ് എന്ന് പറഞ്ഞ് ഞാനിവിടെ മൗണ്ട് സ്കൂൾ തന്നെ കൊടുക്കുന്നു. അപ്പോൾ നിങ്ങളുടെ വീട്ട് അഡ്രസ്സാണ് നിങ്ങളുടെ കൊടുക്കാൻ പറഞ്ഞത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് കൊടുക്കണം. നൽകുകൊണ്ട് മലപ്പുറം അത് കൊടുത്തു. പിന്നീട് പിൻകോഡ് കൊടുക്കാൻ അവിടെ ഉണ്ട്. പിന്നെ കൺട്രി ഇന്ത്യ ഓൾറെഡി നമ്മുടെ ലെഡ്ജറിൽ ലിസ്റ്റ് ഓഫ് ലെഡ്ജർ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു സെക്ഷനിൽ കാണാം. ഇവിടെ നമുക്ക് കൺട്രീസുകൾ സെലക്ട് ചെയ്യാനാണ്. അപ്പോൾ ഓൾറെഡി
ടാലി എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിൽ നമുക്ക് ടൈപ്പ് ചെയ്യേണ്ടത് ഇത്രയും കാര്യങ്ങളും ബാക്കി കൺട്രി, സ്റ്റേറ്റ് അങ്ങനെയൊക്കെ നമ്മൾ ടാലിക്ക് മനസ്സിലാവുന്നതിന് വേണ്ടി നമ്മൾ ലിസ്റ്റിൽ നിന്നും തിരഞ്ഞെടുക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ നമ്മൾ ലിസ്റ്റ് ഓഫ് കൺട്രീസിൽ വന്നു. അപ്പോൾ അവിടെ ഇന്ത്യ ഓൾറെഡി ഡിഫോൾട്ട് സെലക്ഷൻ ആണ്. സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇവിടെ ഇതാണ്, ലിസ്റ്റ് ഓഫ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ട് സെക്ഷനായിട്ട് വന്നു. അപ്പോൾ ഇവിടെ നമുക്ക് വേണ്ടത് കേരള സ്റ്റേറ്റ് ആണ്. കെ എന്ന് അടിക്കുമ്പോൾ നമുക്ക് രണ്ടെണ്ണം ഉണ്ട്, കർണാടക അതുപോലെ തന്നെ കേരള. ഒന്നെങ്കിൽ നമുക്ക് കീബോർഡിൽ ഡൗൺ ആരോ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് കർണാടകയിൽ നിന്നും കേരളയിലേക്ക് മാറ്റാം, അല്ലെങ്കിൽ KE എന്ന് ടൈപ്പ് ചെയ്താലും പിന്നെ KE വെച്ചുകൊണ്ടുള്ളത്. അപ്പോൾ KE വെച്ചുകൊണ്ട് നമുക്ക് കേരള എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് മാത്രമേ നമ്മളുടെ ഈ ഒരു ഇതിലുള്ളൂ. ഇപ്പോൾ KE കേരള എന്നുള്ള രീതിയിലേക്ക് സെലക്ട് ചെയ്തു. പിൻകോഡ് എന്ന് പറയുന്നത് 676505. ഞാനിവിടെ നമ്മൾ മലപ്പുറം എന്ന് പറയുന്ന ഭാഗത്തുള്ള ഒരു പിൻകോഡാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് ഫോൺ നമ്പർ എന്ന് പറയുന്നത് നമ്മളവിടെ ഇല്ല, മൊബൈൽ നമ്പർ അവിടെ കൊടുക്കുക. ഇപ്പം ഞാനവിടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്തു. ഒരു ഇമെയിൽ ID നിങ്ങളവിടെ കൊടുക്കാം, വെബ്സൈറ്റ് കൊടുക്കാം, അതൊക്കെ ഡീറ്റെയിൽസുകളൊക്കെ നിങ്ങൾ കൊടുക്കണമെന്നാണ് പറഞ്ഞത്. ദെൻ നേരെ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് മാറി ബുക്ക് ആൻഡ് ഫിനാൻഷ്യൽ ഇയർ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ട്. അപ്പം ഇവിടെ നമുക്ക് ഡിഫോൾട്ട് ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത് 1/4/2024 ആണ്. അത് തന്നെ വേണമെന്നാണ് പറഞ്ഞത്. ദെൻ ബുക്ക് ബിഗിനിങ് ഫ്രം 2024. ഓക്കെ, ഇപ്പം ഞാൻ അവിടെയൊക്കെ എൻ്റർ അടിച്ച് പോകുന്നു. ദെൻ താഴെ ബേസിക് കറൻസി സിമ്പിൾ ഇന്ത്യൻ റുപ്പി ആയിട്ട് INR എന്ന് പറയുന്ന നെയിം ഫോർമേഷനിൽ വന്നിട്ടുണ്ട്, ഫോർമൽ നെയിം അതിൻ്റെ സിമ്പിളായിട്ട് അങ്ങനെ വന്നു. ഇപ്പോൾ ഇവിടെയൊക്കെ എൻ്റർ അടിച്ച് പോവാം. ഞാൻ ഇപ്പോൾ അടുത്ത നമ്പർ ഓഫ് ഡെസിമൽ പ്ലേസ് 2 ഡെസിമൽ പ്ലേസ് ആയിട്ട് അങ്ങനെ വന്നു. അത് നമ്മുടെ പിന്നെ പൈസ എന്നുള്ള രീതിയിലേക്ക് വന്നു. ഓക്കെ, ഇനി ഇവിടെ ആക്സെപ്റ്റ് S എന്ന് അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കമ്പനി ആക്സെപ്റ്റ് ആവുന്നതാണ്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ കമ്പനി ആക്സെപ്റ്റ് ആയിട്ട് ലോഡായി. ഓക്കെ, ഇപ്പം നമ്മുടെ കമ്പനി ആക്സെപ്റ്റ് എന്ന് പറയുന്ന രീതിയിലേക്ക് കൊടുത്തപ്പോൾ നമ്മുടെ കമ്പനി ആക്സെപ്റ്റ് ആയി. ഈ കമ്പനി നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത കമ്പനിയിലാണ് ഇപ്പോൾ നമ്മൾ ടാലി ഓപ്പൺ ആയി നിൽക്കുന്നത്. ഓക്കെ, അത് നിങ്ങളെ മനസ്സിലാവുമെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ ഈ ഒരു പോർഷനെ പറയുന്നതാണ് മെയിൻ ഏരിയ എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ മെയിൻ ഏരിയയിൽ ഫസ്റ്റ് ഇവിടെ ബോൾഡായിട്ട് നിൽക്കുന്നുണ്ടോ, ഇപ്പോൾ നിശാന്ത് ആൻഡ് മൗണ്ട് സ്കൂൾ. ഇപ്പോൾ നോ വൗച്ചേഴ്സ് എൻറ്റേർഡ്, ഇതിൽ വൗച്ചേഴ്സ് എൻറ്റേർഡ് ഇട്ടില്ല. പക്ഷേ ഇതിലിപ്പോൾ ദ മൗണ്ട് എന്ന് പറയുന്നൊരു കമ്പനി കൂടി അവിടെ ഓൾറെഡി ഷട്ടായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി നമ്മൾ ഇതിൽ ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് വേണമെങ്കിൽ നമുക്ക് ഇവിടുത്തെ സെലക്ട് കമ്പനി കഴിഞ്ഞ ഷട്ട് കമ്പനി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഈ ഒരു മൗണ്ട് എന്ന് പറയുന്നത് ഷട്ട് ഡൗൺ ചെയ്തിട്ട് നമ്മളെ കമ്പനി മാത്രമാക്കി അവിടെ നിർത്താം. അത് ബാക്ക്ഗ്രൗണ്ടിൽ നമുക്കത് വേണമെങ്കിൽ അത് എടുക്കാം എന്നുള്ളതിന് ഒരു ഓപ്ഷൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ഷട്ട് കമ്പനിയിൽ നിന്ന് കൊടുത്തു. ഇപ്പോൾ ഇതാ മൗണ്ട് എന്ന് പറയുന്നത് ഷട്ട് ചെയ്യണം അവിടുന്ന്. ഇപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ അതാ ഷട്ട് കൊടുത്തപ്പോൾ നമ്മളെ കമ്പനി മാത്രമായിട്ട് നമ്മൾ ഈ ഒരു ടാലി ERP9 ഓപ്പൺ ആയി കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് പഠിക്കേണ്ടത് അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് ഈ കമ്പനിയിൽ കൊടുത്ത് സേവ് ചെയ്തു. ദെൻ അൾട്ടർ കമ്പനി എന്നാണ്. ഇപ്പോൾ ഫിനാൻഷ്യൽ ഇയർ 1/4/2022 എന്ന് പറയുന്നത് ആക്കി മാറ്റണം എന്നുള്ളതാണ് അൾട്ടറേഷൻ. അൾട്ടറേഷൻ മീൻസ് കമ്പനിയുടെ ഡീറ്റെയിൽസിൽ അഡ്രസ്സിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ കമ്പനിയിൽ മാറ്റം വരുത്താം എന്നുള്ളതാണ്. അപ്പോൾ ആ മാറ്റം വരുത്തുന്നത് 2024 എന്ന് കൊടുത്തിട്ടുള്ള ഈ ഒരു ഫിനാൻഷ്യൽ ഇയറും ബുക്ക് ബിഗിനിങ് ഫ്രം എന്നും അത് 2022 ആക്കി മാറ്റണം. അതാണ് അൾട്ടറേഷൻ. ഓക്കെ, നമുക്ക് എങ്ങനെ അൾട്ടർ ചെയ്യാം? നേരെ സെലക്ട് നമ്മൾ ഷട്ട് കമ്പനി കൊടുത്ത് ക്രിയേറ്റ് കമ്പനിയുടെ തൊട്ട് താഴെ അൾട്ടർ എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. അപ്പോൾ ഏത് കമ്പനിയാണ് അൾട്ടർ ചെയ്യേണ്ടതെന്നാണ് നമ്മൾ ചോദിച്ചത്. ഇതിൽ ഇപ്പോൾ ഈ ഒരു കമ്പനി മാത്രമായതുകൊണ്ട് തന്നെ അത് മാത്രമേ ഉള്ളൂ. മറ്റുള്ള എല്ലാ കമ്പനിയും ഒരുപാട് 10ൽ കൂടുതൽ കമ്പനി ഉണ്ടെങ്കിൽ ആ കമ്പനികളുടെ ലിസ്റ്റൊക്കെ താഴെ കാണിക്കും. അപ്പോൾ ഇത് ഏത് കമ്പനിയാണ് നിങ്ങൾക്ക് അൾട്ടർ ചെയ്യേണ്ടത് എന്നാണ് നിങ്ങളോട് ചോദിച്ചത്. അപ്പോൾ നമുക്ക് സെലക്ട് ചെയ്തത് നമ്മുടെ കമ്പനി തന്നെയാണ്. ഇതിൽ ഈ ഒരു കമ്പനി മാത്രമായതുകൊണ്ടാണ് ഇതിങ്ങനെ വന്നത്. അല്ലെങ്കിൽ എല്ലാ കമ്പനി വരും, നമുക്ക് ആ കമ്പനിയിൽ നിന്ന് ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഈ ഒരു കമ്പനി ഞാൻ സെലക്ട് ചെയ്തു. ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത അതുപോലെ എല്ലാ ഡീറ്റെയിൽസും വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കമ്പനി ഡീറ്റെയിൽസ്, അപ്പോൾ ഈ ഒരു കമ്പനിയിലേക്ക് നമ്മൾ പറഞ്ഞിട്ടുള്ള ഡേറ്റാണ് എഡിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിവിടെ എൻ്റർ അടിച്ചിട്ട് നമ്മളെ ഡേറ്റിലേക്ക് ബാക്ക് സ്പേസ് തന്നെ കൊടുത്തു. അപ്പോൾ നമ്മളിവിടെ 1/4/2024 ഉള്ളത് 1/4/2022 ഒരു 22 കൊടുത്താലും ഓട്ടോമാറ്റിക് 2022 മാറും. അപ്പോൾ അത് കൊടുക്കുന്ന സമയത്ത് ഓൾറെഡി 2024 പുതിയ അത് നമ്മുടെ മുന്നിൽ ഉള്ളതൊക്കെ നമ്മൾ ഇതിൻ്റെ തൊട്ട് ബാക്കോട്ടുള്ള ഒരു ഇയർ കൊടുക്കുമ്പോൾ നമ്മളൊരു വാർണിംഗ് ഒക്കെ തരും. ഉണ്ടാവും ഡേറ്റ് എൻറ്റേർഡ് ബിഫോർ ദിസ് ഡാറ്റ വിൽ ബി ലോസ്റ്റ് കണ്ടിന്യൂ. നമ്മുടെ ഡാറ്റകളൊക്കെ ലോസ്റ്റ് ആവും ബാക്കോട്ട് പോയി കഴിഞ്ഞാൽ എന്നാണ് പറയുന്നത്. പക്ഷെ നമ്മൾ ഡാറ്റ ഒന്നും കൊടുക്കാത്തതുകൊണ്ട് നമുക്കതൊരു പ്രശ്നമല്ല.
അപ്പോൾ അതുകൊണ്ട് യെസ് എന്ന് കൊടുത്തു. ദർ വിൽ ബി ഡാറ്റ ലോസ്. ആർ യു ഷുവർ വാണ്ട് ടു പ്രൊസീഡ്? നിങ്ങൾക്ക് ഇത് പ്രൊസീഡ് ചെയ്യണോ? നിങ്ങളുടെ ഡാറ്റയ്ക്ക് ലോസ് ആവും, കാരണം ബാക്കോട്ടുള്ള ഇയറിലേക്കാണ് പോകുന്നത്. അത് ഒന്നുകൂടി വാണിംഗ് തന്നതാണ്. പക്ഷെ നമ്മളിതിൽ ഡാറ്റ ഇല്ലാത്തതുകൊണ്ട് യെസ് എന്ന് പറയുന്നതിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിവിടെ എൻ്റർ അടിച്ചാലും മതി. അപ്പോൾ 2022 ഇനി അങ്ങനെ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കമ്പനി അങ്ങനെ 2022 ആക്സെപ്റ്റ് ആയി. ഇനി നമ്മൾ തൊട്ട് ബാക്കോട്ടാണ്, അതുകൊണ്ട് എസ്കേപ്പ് ബട്ടൺ കൊടുത്തു, തൊട്ട് ബാക്കോട്ട് വന്നു. ഇപ്പോൾ നമ്മുടെ കമ്പനി ഫിനാൻഷ്യൽ ഇയർ 2022 ഇവിടെയാണ് ചെക്ക് ചെയ്യേണ്ടത്. കറണ്ട് പീരീഡ് എന്ന് പറയുന്ന ഈ ഒരു സെക്ഷനിൽ നിങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ 1/4/2022 ടു 31/3/2023 തന്നെയല്ലേ എന്നുള്ളത് ചെക്ക് ചെയ്യണം. അവിടെ ചിലപ്പോൾ നിങ്ങൾ ഫസ്റ്റ് 2024 കൊടുത്തുകൊണ്ട് ചിലപ്പോൾ 2024 ടു 31/3/2024 എന്നൊക്കെ ആവാൻ സാധ്യതയുണ്ട്. അപ്പം അത് മാക്സിമം ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കാണ്ട് പോകരുത്. ഇവിടെ 33/2023 31 മാർച്ച് 2023 തന്നെയാണ്. 1/4/2022 ടു 31/3/2023. ഓക്കെ. അപ്പോൾ നമ്മളെ കമ്പനി അൾട്രേഷൻ ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ കമ്പനി ക്രിയേറ്റ് ചെയ്തു, ഓക്കെ, അൾട്ടറും ചെയ്തു. പിന്നീട് കറണ്ട് പീരീഡ് ഇതിനല്ലേ എന്നുള്ളത് ഒന്നും കൂടി ചെക്ക് ചെയ്യണം. വീണ്ടും പറയുന്നു. ഇവിടെ മൗസ് പോയിന്റ് ഇവിടെ സ്ക്രീനിൽ കാണാം. അപ്പോൾ ഞാനങ്ങനെ റൗണ്ട് ഇട്ടുണ്ട്. ഈ ഒരു കറണ്ട് പീരീഡ് ഇതല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഇവിടെ നിങ്ങൾക്ക് തിരുത്താൻ പറ്റും. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്ന സിംഗിൾ ക്ലിക്കോട് കൂടിയിട്ട് ഫ്രം 2022 ടു 31/3/2023 തന്നെ ആക്കിയിട്ട് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ അത് ഓക്കെ ആയി. ഇപ്പോൾ നിങ്ങളുടെ എസ്കേപ്പ് അടിച്ച് ഗേറ്റ് ടാലിയിൽ വന്നു. ഇനി ഇവിടെ നിന്നാണ് ഇനി ബാക്കിയുള്ള സെക്ഷനുകൾ ചെയ്യാനുള്ളത്. അപ്പോൾ ഇത്രയും ഈ ഒരു സെക്ഷനാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒന്നാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത്. ഈ ഒരു ഒന്നാമത്തെ ചാപ്റ്റർ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഒരിക്കൽ കൂടി ഓരോ ഭാഗങ്ങളും കണ്ട് നോട്ടുകളൊക്കെ വ്യക്തമാക്കുക. ദെൻ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ.